എന്താ അവിടെ ഒരു ശബ്ദം കേൾക്കുന്നേ? ശബ്ദോ? ആ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പം ഇല്ല. ഇപ്പോഴോ? ഇപ്പോൾ ഉണ്ട്. ആ, എവിടെ എങ്ങനെയാ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കും. ഹലോ, നീ എന്താ എന്നെ വിളിച്ച് പറയുന്നേ? അത് അച്ഛൻ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛൻ വിളിച്ചു, അത് ഓക്കെ. പക്ഷെ നിനക്കൊന്ന് വിളിക്കായിരുന്നല്ലോ. നീ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. കണ്ടോ, നിനക്കിപ്പോൾ എന്തൊക്കെയോ മാറ്റമുണ്ട് അഞ്ജലി. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പോലെയല്ല നീ ഇപ്പോൾ. ചേട്ടാ, ഇവിടെ എൻ്റെ അമ്മയാണ് മരിച്ചത്. രാവിലെ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്കിപ്പോൾ കിടന്ന് അടികൂടാനൊന്നും വയ്യ. ഞാൻ അടികൂടാൻ വന്നോ? എന്തായാലും ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആളെയല്ല നീ ഇപ്പോൾ. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കുന്നേ? ബാൻഡ് മേളും. അഞ്ജലി, നീ ഇപ്പൊ എവിടെ നിൽക്കുന്നേ? ഞാൻ എൻ്റെ വീട്ടില്. പിന്നെ അവിടെ എങ്ങനെ ഈ ബാൻഡ് കേൾക്കുന്നേ? അവിടെയൊക്കെ മരണ വീട്ടിൽ ബാൻഡ് വായിക്കോ? ആ, വായിക്കും. ഇത് എൻ്റെ വെടിക്കെട്ടും ഉണ്ട്. എന്ത്? നിന്നോട് ഞാൻ എൻ്റെ അച്ഛനമ്മയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ വിളിക്കാഞ്ഞേ? വിളിക്കണ എന്തിന്? അവർ ഇങ്ങോട്ടല്ലേ വരണ. എന്നാലും നിനക്കൊന്ന് വിളിച്ചൂടായോ? ഓ, വിളിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ആറ്റിറ്റ്യൂഡിൽ നീ അവരോട് പെരുമാറാൻ നിൽക്കല്ലേ. ഓ, അവരവിടെ വരുമ്പോ നല്ല ബഹുമാനത്തിലൊക്കെ നിന്നോണം. സല്യൂട്ടൊക്കെ ചെയ്യണോ? അഞ്ജലി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഈ കല്യാണം ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ നിന്റെ അമ്മൂമ്മ മരിച്ചതില് എൻ്റെ അമ്മയ്ക്കൊക്കെ കുറച്ച് രസക്കേടുണ്ട്. അമ്മക്കൊക്കെ എന്തരുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തരല്ല, എന്തുണ്ട് അങ്ങനെ ചോദിക്കേ. ഓ, കാര്യം പറ. എടി, നിന്റെ അമ്മൂമ്മ ഇപ്പൊ മരിച്ചതിൽ എന്തെങ്കിലും ദോഷമുണ്ടോന്ന്? അത് ശരി. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ നേരത്തെ പറയാത്തന്തേ? ഇങ്ങനെ അമ്മ മരിക്കാതെ പിടിച്ച് നിന്നേല് കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് നല്ല അഹങ്കാരം ഉണ്ടെന്ന്. ഹലോ അഞ്ജലി, മര്യാദക്ക് നീ എന്റെ അച്ഛനമ്മയും വിളിച്ചോണം. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ അച്ഛനമ്മയ്ക്കൊക്കെ വിളിക്കണുണ്ട്. ഹലോ ഹലോ